Good afternoon. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? എന്തായിരുന്നു? All of you take your textbook. Listen here. Okay, നല്ല മക്കളായിട്ടാണല്ലോ വന്നതല്ലേ? നല്ല കുട്ടികളാണല്ലേ? നമ്മൾ കഴിഞ്ഞ എന്നാ പഠിച്ചത്? എന്തൊക്കെ നമ്മൾ പഠിച്ചു? അല്ലേ, അതല്ലേ നമ്മൾ പഠിച്ച ആന, ആമ, ആട്, ആണി, ആഹ അല്ലേ? ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ഇത്രയല്ലേ നമ്മൾ പഠിച്ചതെന്ന്? എല്ലാവരും വായിക്കാൻ പഠിച്ചോ? അപ്പൊ ആദ്യം ഒന്നുകൂടി വായിക്കാം മിസ്. അമ്പിളി, ടെക്സ്റ്റ് നോക്കുന്നുണ്ട് എല്ലാവരും? ഓക്കെ, 7ാമത്തെ പേജ്. അമ്പിളി, അച്ഛൻ, അമ്മ, അറ, അല. അമ്പിളി പുഞ്ചിരി തൂകുന്നു, വെള്ളി വെളിച്ചം വിതറുന്നു, മാനം നോക്കി നടക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു. ഇതെന്താ നമ്മൾ പഠിച്ചത്? ആന. അപ്പൊ പഠിച്ചു, പഠിച്ചു അല്ലേ? ആന, ആമ, ആട്, ആട്. പിന്നെയോ ആണി, ആഹ. ഓക്കെ, എല്ലാരും മിസ്സിന്റെ കൂടെ വായിക്കണേ, ശ്രദ്ധിക്കണേ. ലിസൺ ഹിയർ. പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ആന, ആമ, ആട്, ആണി, ആഹ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഇപ്പൊ കുറെ അക്ഷരങ്ങൾ പഠിച്ചു അല്ലേ? എന്തൊക്കെ? റ, ര, ന, ത, പ, വ, സ, പിന്നെയോ മ, എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ? ഓക്കെ, ഇപ്പൊ ഇന്നെന്ത് പഠിച്ചു? ഇന്നലെ അമ്പിളി, പിന്നെയോ അമ്പിളി, അച്ഛൻ, അമ്മ, അറ, അല. എന്താ പാട്ട്? അമ്പിളി പുഞ്ചിരി തൂകുന്നു, വെള്ളി വെളിച്ചം വിതറുന്നു, മാനം നോക്കി നടക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു. മനസ്സിലായില്ലേ എല്ലാവർക്കും? നെക്സ്റ്റ് നമ്മൾ ഏതാ അക്ഷരം പഠിച്ച? ആക്കിയേ. ഓക്കെ, അപ്പൊ ആന, ആമ, ആട്. അപ്പൊ ആനയുടെ കളർ പഠിച്ചു നമ്മള്. ആന കരയിലെ ഏറ്റവും വലിയ ജീവിയാണെന്ന് പഠിച്ചു അല്ലേ? ആടിന് എന്ത് പഠിച്ചു? വളർത്തുമൃഗം, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗാണെന്ന് പഠിച്ചു അല്ലേ? എല്ലാവർക്കും ആടിനെയും ആനയും ഒക്കെ അറിയാം അല്ലേ? ആമയെ അറിയോ? ആമ എങ്ങനെയാ പോവാ? ഇഴഞ്ഞിഴഞ്ഞു പോവും അല്ലേ? അപ്പൊ ആമേനെയും മുയലിന്റെയും കഥയും നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു അല്ലേ? അപ്പൊ നെക്സ്റ്റ് കണ്ടോ എല്ലാവരും? പേജ് നമ്പർ 9 കണ്ടോ എല്ലാവരും? ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കണേ. ഓക്കെ, എന്താ ഫസ്റ്റ് കാണുന്നത്? എന്താ? എന്താണ് ഈയുടെ അടുത്ത് കാണുന്ന പിക്ചർ?
എന്താ ഏതൻ? ഏതൻ ജെ മാത്യു എന്താ നമ്മൾ കണ്ട? ഈ ഓക്കെ ഇല്ല. നെക്സ്റ്റ് എന്താ? അടുത്ത എന്താ റഫാനെ? റഫാൻ പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ ഇമ. നെക്സ്റ്റോ അടുത്ത ഫാത്തിമ മെഹറിൻ. ഇഞ്ചി അല്ലേ? എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോ ഈ ഇല, ഈ ഇമ, ഈ ഇമ, ഈ ഇഞ്ചി, ഈ ഇഞ്ചി, ഈ ഇഞ്ചി, ഇഞ്ചി, ഈ ഇല, ഈ ഇല, ഈ ഇമ, ഈ ഇമ, ഈ ഇഞ്ചി, ഈ ഇഞ്ചി. ഓക്കെ പഠിച്ചു അല്ലേ എല്ലാരും? ഓക്കെ അപ്പൊ നമ്മള് ഈ ഇമ, ഈ ഇല, ഈ ഇഞ്ചി പഠിച്ചു അല്ലേ? ഈ ഇര താഴെ എന്താ? ഈ ര, ഈ ഉണ്ട്, രായും ഉണ്ട്. അപ്പൊ ഇര, ഈ ഉണ്ട്, റ നമ്മൾ പഠിച്ചാണ് റ. അപ്പൊ ഇറ അല്ലേ? ഈ ഇര, ഈ ഇറ, ഈ ഇല, ഈ ഇമ, ഈ ഇഞ്ചി, ഈ ഇര, ഈ ഇറ അല്ലെ? ഇത്രയും വാക്കുകൾ നമ്മൾ പഠിച്ചു. എല്ലാവർക്കും അറിയോ? അപ്പൊ നമ്മൾ ഇതുവരെ എന്തൊക്കെ പാട്ട് പഠിച്ചു? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എല്ലാവർക്കും നമ്മൾ ആദ്യം പഠിച്ച പാട്ട് എന്താണെന്ന് പാടിയേ? ആരാ പാടുന്നേ? ഓക്കെ ആരാ ഇന്ന് പാടുന്നേ? റഫാൻ. ഓക്കെ റഫാൻ പ്ലീസ് അൺമ്യൂട്ട്. പാടിയേ എന്നാല്. ഓക്കെ ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നേ? ആദിശ്രീയാ? ഓ കൊറേ പേരുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഏത് പാട്ടാ പാടിയേ? ആദിശ്രീ പാടിക്കോ. പ്ലീസ് അൺമ്യൂട്ട് ആദിശ്രീ. ഓക്കെ അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ അച്ഛനുണ്ട് വീട്ടിൽ, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, അവനുണ്ട്, ഞാനുണ്ട്. ഓക്കെ ഗുഡ്. അപ്പൊ നമ്മൾ പിന്നെ എന്താ പഠിച്ചേ? ആരൊക്കെയുണ്ട്? ആരൊക്കെയുണ്ട് വീട്ടിൽ പഠിച്ചു അല്ലേ? പിന്നെ ഒരു കഥ പഠിച്ചല്ലോ, അതാരാ പറയുന്നേ? ശകലിനെ അറിയോ? ശകലേ അറിയില്ലേ ശകലേ? എന്നാ ഇഷാനി പറ. ഇഷാനി അൺമ്യൂട്ടായി മോളെ. അല്ല മ്യൂട്ടായി മോളെ. അൺമ്യൂട്ട് ചെയ്. ഒരു ദിവസം കാട്ടില് കാക്കയും എലിയും മാനും ഉണ്ടായിരുന്നു. ഒരു ദിവസം മാൻ കെണിപ്പെട്ടപ്പോ എലിക്കും കാക്കയ്ക്കും സങ്കടമായി. എലി കാക്ക കണ്ടു. എലിനെ കൊത്തിയെടുത്തോണ്ട് പോയി. എലി ആ വല കടിച്ചു കീറി. മാൻ ഓടിപ്പോയി. ഇതിനാണ് പറയുന്ന ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. ഓക്കേ ഗുഡ്. അപ്പൊ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട അല്ലേ? ഓക്കെ ഹേൽജൊക്കെ കേൾക്കുന്നില്ലേ മോനെ?
നെക്സ്റ്റ് നമ്മൾ എന്ത് പഠിച്ചു? അടുത്ത ആരാ വായിക്കുന്നേ? ലുബാബ വായിച്ചേ. ലുബാബ ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചേ? ആ മുതൽ വായിച്ചേ. ആ അമ്പിളി പുഞ്ചിരി തൂകുന്നു. ആ അമ്പിളി അച്ഛൻ മാനം നോക്കി നടക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഹേൽജോ വായിച്ച. ഹേൽജോക്ക് കേൾക്കുന്നില്ലേ? അതന്നെ ഓക്കെ. എന്നടാ നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ഉമ്മർ. ഉമ്മർ പ്ലീസ് അൺമ്യൂട്ട്. ഉമ്മർ ഈ വായിച്ചേ. ഇല്ല. ഇഞ്ചി. നെക്സ്റ്റ് ഇര. ഇറ. അൻവിത പ്ലീസ് അൺമ്യൂട്ട്. അൻവിത ഈ വായിച്ചു. ഇല. പുതിയ സാരി എടുത്തിന്. പുതിയതൊന്നല്ലടാ, പഴയതാണ്. ഇഞ്ചി. ഇറ. ഓക്കെ, ടീച്ചർ സൂപ്പർ ആയിട്ടുണ്ടാ? അവിടുന്ന് ശ്രദ്ധിച്ചുവല്ലോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ആരാ വായിക്കാതെ ഉള്ളത്? വായിച്ചു. ഷഹല്. പ്ലീസ് അൺമ്യൂട്ട്. ഷഹൽ അൺമ്യൂട്ട് ചെയ്ത് വായിച്ചേ. വായിക്കും. ഇഞ്ചി വായിച്ചോ? ഇഞ്ചി. ഓക്കെ, നെക്സ്റ്റ് ഇന്ന് വായിക്കാതെ ആദിഷ് ഉണ്ട് അല്ലേ? ആദിഷേ പ്ലീസ് അൺമ്യൂട്ട് മോനെ. വായിച്ചേ. ഈ ഇല. ഈ ഇമ. ഈ ഇഞ്ചി. ഈ ഇര. ഈ ഇറ. ഓക്കെ, നെക്സ്റ്റ് നിരാശ വായിച്ചേ. നിരാശ കുട്ടി വായിച്ചേ. വായിക്കേ. ഈ ഇല. ഈ ഇല. ഷാനു. ഇല. ഈ ഇഞ്ചി.
ഈ ഇഞ്ചി വായിക്കുന്നുണ്ടടാ. ഏൽജോ എന്ത് പറ്റി മോനെ? വായിച്ചോ. ഇഞ്ചി. ഓക്കെ ഗുഡ്. നെക്സ്റ്റ് എല്ലാരും വായിച്ചോ? ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ വേറൊരു പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, കേരള നാട്. അതാരാ ഇന്ന് പാടുന്നേ? ഓ എല്ലാരും പാടുന്നുണ്ടോ? എത്ര പേരുണ്ട് പാടാൻ? ഓക്കെ. എന്നാ ഫാത്തിമ മേഖരനെ ഒന്ന് പാടിയേ. കേരളം എന്നോട് നാടാണ്, കേരം നൽകിയ നാടാണ്, കേളിയർ എന്നൊരു നാടാണ്, ചിങ്ങിയ നാടാണ്, മാനും മയിലും ചാച്ചാടും നാടാണ്, കാടും മലയും കാട്ടാറും ഏളിക്കൊന്നൊരു നാടാണ്. സൂപ്പർ. നേളിക്കുന്നൊരു നാടാണ്. നെക്സ്റ്റ് ആരാ ഇന്ന് പാടുന്നേ ആ പാട്ട്? അൻവിതയാ? ഓ എല്ലാരും ഉണ്ട്. എന്നാ അൻവിത പ്ലീസ് അൺമ്യൂട്ട്. അൻവിത കുട്ടി വേഗം പാടിയേ. കേൾക്കുന്നില്ല, അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. അയ്യോ പോയി. അൺമ്യൂട്ട് ചെയ്ത് പഠിക്കോ. കേരളം എന്നോട് നാടാണ്, കേരം ചിങ്ങയുടെ നാടാണ്, കേളിയെഴുന്നൊരു നാടാണ്, പിന്നെന്തൊക്കെയുണ്ട്? മലമേടുകളുടെ നാടാണ്, കാടും മയിലും ചാഞ്ചാടും, മലയും കാട്ടാറും മേളിക്കുന്നൊരു നാടാണ്. ഓക്കെ സൂപ്പർ. നെക്സ്റ്റ് ഷാനി പാട്. കേരളം നിന്നുടെ നാടാണ്, കേരം തിങ്ങി നാടാണ്, കേളിയരുന്നൊരു നാടാണ്, വഞ്ചകളുടെ നാടാണ്, മാനും മയിലും ചാഞ്ചാടും മലമേടുകളുടെ നാടാണ്, കാടും മലയും കാട്ടാറും മേളിക്കുന്നൊരു നാടാണ്. ഓക്കെ സൂപ്പർ. നെക്സ്റ്റ് ആരാ പാടുന്നേ? കൈ പൊക്കുന്നില്ലല്ലോ. ഓക്കെ ആദിശ്രീ. ആദിശ്രീ പ്ലീസ് അൺമ്യൂട്ട്. ആദിശ്രീ അൺമ്യൂട്ട് ചെയ്തേ. പോയാ? പിന്നെ ആരാ പാടുന്നേ? ഒന്ന് കൈ പൊക്കിയ എല്ലാവരും. ആരാ പാടുന്നവര്? ഏൽജോ പാടുന്നോ? ഏബൽ സിൻഡോ അല്ലേ? ഏബൽ. ഏബൽ പ്ലീസ് അൺമ്യൂട്ട്. ഏബൽ. ഏബൽ കേൾക്കുന്നില്ല. ഏബൽ. ഏബലേ അൺമ്യൂട്ട് ചെയ്തേ. പാട്. നാടാണ്, കേരം തെങ്ങിയ നാടാണ്,
കേഴുന്നത് നാടാണ്. കേവൻ കേഴുന്നത് നാടാണ്. മയിലും ചാചാടും മലമേലുകളുടെ നാടാണ്. മലയും കാത്താടും മേളിക്കുന്നത് നാടാണ്. സൂപ്പർ. നെക്സ്റ്റ് ആരാ പാടുന്നേ? നല്ല മക്കളല്ലേ. പിന്നെ നമ്മൾ അതിന് മുമ്പേ ഒരു പാട്ട് പഠിച്ചല്ലോ. എന്താ? പാവക്കുട്ടിക്കൊരുമ്മ പറഞ്ഞിട്ടൊരു പാട്ട് പഠിച്ചില്ലേ? ആർക്കാ ഓർമ്മയുള്ളത് അത്? ആർക്കാ ഓർമ്മയുള്ളത്? ഓക്കെ, ആദിശ്രീക്ക് ഉണ്ടല്ലോ. ഒന്ന് ആദിശ്രീ പാടും. ആദിശ്രീ ഒന്ന് പോയിട്ട് വന്നത്. മുന്നോട്ട് ചെയ്തേ ആദിശ്രീ. പാവാടക്കുട്ടിക്കൊരുമ്മ അച്ഛനിങ്ങൊന്ന് വന്നോട്ടെ, 10 പാവാട തുന്നിത്തര, കല്ലുമാല ചത്തിത്തര, അമ്മ ഇങ്ങോട്ട് വന്നോട്ടെ, പൊട്ട് ഇങ്ങ് തൊട്ട് തര. പിന്നെയോ? കമ്പിളി താലോലം താലോലം പാടിയുറക്കാൻ ഞാൻ, പാടിയുറക്കാൻ ഞാൻ. ഓക്കെ, പിന്നെ ആരാണ് ഇനി? ആരാ പറഞ്ഞേ? അൻവിത. അൻവിത പഠിച്ചോ? അൻവിത പാട്. പാട്. പാവാടക്കുട്ടിക്കൊരുമ്മ അലാല താലാല പാടി ഓർക്കാൻ ഞാൻ, അച്ഛനൊന്ന് വെന്നോട്ടെ, 10 പാവാട തുന്നിത്തല, കല്ലുമാല ചാത്തിത്തല, അലോല താലോല പാടി ഓർക്കാൻ ഞാൻ, അമ്മയൊന്ന് വെന്നോട്ടെ, 2 പൊട്ടു തൊടാൻ, അലോല താലോല പാടി ഓർക്കാൻ ഞാൻ. സൂപ്പർ. അവിടെ ഫാത്തിമ മേഖലയും കൈവക്കുന്നുണ്ട്. ഓക്കെ, ഫാത്തിമ മേഖലയും പാടിക്കോ. ആടക്കുട്ടിക്കൊരുമ്മ അലോല തലോല കടിയിറക്കാൻ ഞാൻ, അച്ഛൻ ഇങ്ങോട്ട് വന്നോട്ടെ, കല്ലമാല ചത്തിരിച്ചര, അലോല തലോല കടിയിറക്കാൻ ഞാൻ, അമ്മ ഇങ്ങോട്ട് വന്നോട്ടെ, കണ്ണു നദി പൊട്ടര, അലോല തലോല കടിയിറക്കാൻ ഞാൻ. കടിയുറക്കാം ഞാൻ. പിന്നെ നമ്മളൊരു പൂമ്പാറ്റനെ കുറിച്ചൊരു പാട്ട് പഠിച്ചല്ലോ. ഏതാത്? ഏതാ ശകലേ? എന്നാ പഠിച്ചേ? പാറി പാറി അടിമാടി വിളിക്കുന്നു മൂളുന്ന വണ്ടി തരാം, കണ്ണു ചിമ്മി തുറക്കുന്ന പാവതരാം, പോകരുതേ പോകരുതേ പൂമ്പാറ്റേ, എന്നെ വിട്ടു പോകരുതേ പൂമ്പാറ്റേ. അല്ലേ പാട്ട്? പഠിച്ചോ എല്ലാവരും? നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ എല്ലാരും പഠിക്കണേ. ഇനി നമ്മൾ ഇന്ന് പഠിച്ചു, പഠിച്ചു, പഠിച്ചു അല്ലേ? ഇല, ഇമ, ഇഞ്ചി, ഇര, ഇറ, ഇല. എല്ലാരും ഇങ്ങനെ വായിക്കണേ. ഇല, ഇമ, ഇഞ്ചി, ഇര, ഇറ. നമ്മളെ ഹോംവർക്ക് എന്താണെന്നറിയോ? നിങ്ങൾ ഇത് എഴുതുന്നുണ്ടോ? നോട്ട് ബുക്കില് ഒരു 2 ലൈൻ ബുക്കില്ലേ? അതിൽ എന്ത് എഴുതണം? ആ കോപ്പി ബുക്കിൽ എഴുതുന്ന തന്നെ എഴുതണം കേട്ടോ. റാ എഴുതി കഴിഞ്ഞാ ആദ്യത്തെ ഫസ്റ്റ് പേജിൽ റാ എഴുതണം. കോപ്പി ബുക്കിൽ നോട്ട് ബുക്കിൽ അതില് റാ ഫസ്റ്റ് പേജില്, രണ്ടാമത്തെ പേജിൽ എത്തിയവരെന്ത് ചെയ്യണം? രാ എഴുതണം. നമ്മള് കോപ്പി ബുക്കിൽ എഴുതുന്ന തന്നെ ഇതിലും എഴുതണം.
മനസ്സിലായോ? ആദ്യത്തെ പേജ് റാ എഴുതുക, രണ്ടാമത്തെ പേജ് രാ എഴുതുക. കോപ്പി 2 ലൈൻ നോട്ട്ബുക്ക്. കോപ്പി ബുക്ക് നമുക്ക് വേറെയും ഉണ്ട് അല്ലെ, അക്ഷരദീപം. അതിൽ നമ്മൾ ആദ്യം റാ എഴുതി അല്ലെ, റാ എഴുതി അല്ലേ. നെക്സ്റ്റ് രാജാവ് രാ എഴുതി അല്ലേ. ഇനി മൂന്നാമത്തെ പേജ് എത്തിയവരെന്ത് അടുത്ത എന്താണെന്ന് വെച്ചാ റാ രാ നാ ആയിരിക്കും അല്ലേ. അതെ. ഇനി മൂന്നാമത്തെ എന്താണ്, ഏതാണുള്ളത് അക്ഷരം? റഫാനെ, അക്ഷരദീപം ബുക്കിൽ ഏതാ അക്ഷരം ഉള്ളത്? റഫാനെ തായാണോ? ഏതാ ഇഷാനി? ഷാനു പ്ലീസ് ലിസൺ ഹിയർ. ഏത് അക്ഷരം നമ്മൾ അക്ഷരദീപത്തിൽ ഇനി എഴുതേണ്ടത്? റാ എഴുതി ആദ്യം, രണ്ടാമത് റാ പറ, രാജാവ് എന്നുള്ള രാ എഴുതി. ഇനി ഏതാ? അല്ലേ. ഓക്കെ, തായാണുള്ളത് അല്ലേ. ഏതാ പിക്ചർ ഉള്ളത് അതില്? എന്താ ഇഷാനി അവിടെ, എന്താ പ്രശ്നം? ഇഷാനിയുടെ അക്ഷരദീപം ബുക്ക് അവിടെ വീട്ടിലാ ഉള്ളത്. ഓ അതാണ്. ഇന്ന് പോരുമ്പോ അത് എടുക്കാൻ മറന്നുപോയി. അതെ അല്ലേ. ഇപ്പൊ മോളുള്ള സ്ഥലം എവിടെയാ? അവിടെ അമ്മയുടെ വീട്ടിലാ ഉള്ളത്. ഇവിടെ വന്നിരുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അതെ അല്ലേ. അവിടെ അവള് ജോലിക്ക് പോകുന്നുണ്ട്, അവിടെ അമ്മയെ. അച്ഛനും അങ്ങ് പോകും ജോലിക്ക്. പിന്നെ ഞാനാ കൂട്ടിക്കൊണ്ട് വരുന്നത്. അതെ അല്ലേ. മമ്മീനെ കാണാൻ. അവള് വായിക്കരയാ. അത് കുഴപ്പമില്ല ശരി. രാവിലെ നോട്ട് ബുക്ക് എടുക്കാൻ മറന്നു കേട്ടോ. എല്ലാവരും എന്നാലും അക്ഷരദീപത്തിൽ എഴുതണം കേട്ടോ. എഴുതി കഴിഞ്ഞ് അത് കഴിഞ്ഞ് താഴെ. അതുപോലെ നമ്മളെ നോട്ട്ബുക്ക് 2 ലൈൻ നോട്ട്ബുക്കിലും എഴുതണം. അതിലെഴുതുന്ന തന്നെ ഇതിലേക്ക് എഴുതണം. അപ്പൊ നിങ്ങൾ ആദ്യം അമ്മമാർ ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി. റാ ഒരു 5 തവണ അല്ലെങ്കിൽ മേലെ ഒരു 3 തവണ എഴുതുക. എന്നിട്ട് കോളം വരച്ചു കൊടുക്കുക. എൽജോ, നീ എന്താ ചേച്ചിയോട് വഴക്കൂടുന്നുണ്ട്? എൽജോ, നീ എവിടെ വഴക്കൂടുന്നുണ്ടല്ലോ മിസ്? എന്താ വഴക്കൂടിയത്? എന്താ ശ്രീ? ഓക്കെ, ഇനി മിസ്സിനോട് എന്തെങ്കിലും സംസാരിക്കാണ്ടോ ആർക്കെങ്കിലും? ഞാൻ സംസാരിച്ചു കേട്ടോ. എന്താ അൻവിതൊക്കെ എന്താ പറയാനുള്ളത്? അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോ. എന്ത് നല്ല വീട്. എന്റെ വീട് ചന്തമുള്ള വീട്, അമ്മയുണ്ട്, ഞാനുണ്ട്. ഗുഡ്. പാട്ടെല്ലാം ബൈഹാർട്ടാക്കി വെച്ചു അല്ലേ. നല്ല കുട്ടികളല്ലേ. എല്ലാരും ഗുഡ് സ്റ്റുഡൻസ് ആണ് അല്ലേ. നല്ല മക്കളാണ്. ഓക്കെ, എല്ലാവരും പാട്ടെല്ലാം ബൈഹാർട്ടാക്കിക്കോട്ടോ. ലെയ്തൻ എല്ലാം പഠിക്കണേ. നമ്മുടെ സമയം കഴിയാറായി ക്ലാസ്സിന്റെ കേട്ടോ. എങ്കിലും ചോദിക്കാണ്ട് ചോദിച്ചോ കേട്ടോ. അതിശേ എല്ലാം വായിക്കണേ കേട്ടോ. അതിശേ എല്ലാവരും വായിക്കണേ. 2-3 പ്രാവശ്യം എല്ലാവരും ഇന്ന് വീട്ടിൽ നിന്ന് വായിക്കണം കേട്ടോ. ഓക്കെ, അക്ഷരങ്ങൾ ഞാൻ തൊട്ട് വായിക്കണേ. ഓക്കെ, അപ്പൊ എല്ലാവരോടും ബൈ. Thank you, miss.
Thank you, teacher. Thank you. Thank you, teacher.